അപ്പോൾ നമുക്ക് ഗ്രീൻ പീസ് വെച്ച് ഉണ്ടാക്കാം ഗൈസ്. ഞങ്ങൾ നിരവധി റിസർച്ചുകൾക്ക് ശേഷം ഞാൻ എത്തിപ്പെട്ടത് വടയുണ്ടാക്കാം എന്ന ഓപ്ഷനിലേക്കാണ് കേട്ടോ. അപ്പം നമുക്ക് വടയുണ്ടാക്കാം. എല്ലാവരും കൂടി ഇപ്പോൾ രാവിലെ തന്നെ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതൊന്ന് കുതിർന്ന് കിട്ടണമല്ലോ നമുക്ക്. അപ്പോൾ എന്ത് ചെയ്ത് രാവിലെ അങ്ങോട്ട് വെള്ളത്തിലിട്ട് വെച്ച്. ഇനി ഇതിന് കുറച്ച് നേരം എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. ഇതിനെ കുറച്ച് നേരം നമുക്ക് മറ്റേ എന്തിനാണ് കൊട്ടയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് വെള്ളം പോകണമല്ലോ, അതിലുള്ള വെള്ളം പോയില്ലെങ്കിൽ പിന്നെ ജ്യൂസ് പരുവത്തിലാവും അരച്ചൊക്കെ എടുക്കും. അപ്പോൾ എന്ത് ചെയ്ത് കുറച്ച് സമയം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാട്ടെ എന്തൊക്കെ വേണമെന്ന്. അപ്പം നമുക്ക് ഗ്രീൻ പീസിൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടാം ഗൈസ്. എന്തൊക്കെ വേണം? സവാള വേണം. സവാള ഞാൻ കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു സവാള എടുത്തേക്കണേ. അതിന് ശേഷം നമ്മൾ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരെണ്ണ എടുത്തിട്ടുള്ളൂ. ഓക്കെ, എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കാം. പിന്നെ നമുക്ക് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞി കഷ്ണം. പിന്നെ നമ്മളുടെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 6-7 അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഗ്യാസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഇത്തിരി കൂടുതലിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ടേസ്റ്റിനും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് ഇങ്ങനെ വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്കിനി മിക്സിയിൽ എടുക്കണ്ടേ, എന്നാലും നമുക്ക് വട ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്കിനി മിക്സിയിൽ അരച്ചിട്ട് വരാം. വെള്ളം അധികം ചേർക്കാതെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിനി അരച്ചിട്ട് കാണാം ഗൈസ്. പിന്നെ നമ്മുടെ വേപ്പിലൊരു 2 തണ്ട് എടുത്തിട്ടുണ്ട്. ഞാൻ കുഞ്ഞാക്കി ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസിനെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അധികം വെള്ളം ഒഴിക്കരുത്. ഇതേ പരുവത്തിൽ വേണം ഉണ്ടാവാനായിട്ട്. ഇതേ പരുവം വേണം കേട്ടോ. കണ്ടോ, ഇതേ പരുവത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊന്നും ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഉപ്പിടാണ്. ഉപ്പ് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞ കളർ വേണമല്ലോ നമുക്ക്. അപ്പം നമുക്ക് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുരുമുളക്. എരി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് എരി എടുക്കുന്നുള്ളൂ കേട്ടോ. ആദ്യം നമ്മൾ കാണിച്ച ഇൻഗ്രീഡിയൻസ് ഓരോന്നും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടായില്ല. ഇപ്പോൾ കുരുമുളക് ഉപ്പൊന്നും ആദ്യം കാണിച്ചിട്ടുണ്ടായില്ലല്ലോ. അപ്പം നമുക്കിനി നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ വേപ്പില, ഇഞ്ചി, പച്ചമുളക്, നമ്മുടെ സവാളയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായി കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെ നല്ല അടിപൊളി ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല വേപ്പിലയുടെയും ഇഞ്ചിയുടെയും സവാളയുടെ ഒക്കെ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ടേസ്റ്റും ഏകദേശം അടിപൊളിയായിരിക്കുള്ളൂ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടെ. നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാണ്ടാണ് ഞാൻ അരച്ചെടുത്തേക്കണം കേട്ടോ ഗൈസ്. നമുക്ക് ഉണ്ടായി കിട്ടണം കേട്ടോ ഗൈസ്. അപ്പോൾ ഉണ്ടായിട്ട് വേണ്ട നമുക്ക് ഇങ്ങനെ ഒന്ന് പരത്തി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഉണ്ടോ? അപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്തിട്ട് കാണാം. അപ്പം ഞാൻ പരിപ്പോടയുടെ ഷേപ്പിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോന്നിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ വട ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഓരോ വടം പൊട്ടിപ്പോകും. അപ്പം ഞാൻ ഇനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പം നമുക്ക് നോക്കാം. നമ്മുടെ അടിപൊളി വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണിത് ട്രൈ ചെയ്യുന്നത്. പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പരിപ്പ് വടനേലും ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു പുളിഞ്ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കൂട്ടി കഴിക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.